കമ്പ്യൂട്ടർ സയൻസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നിലത്തെ ക്ലാസ്സുകളിൽ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാക്കും ക്യൂ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. ഈ സ്റ്റാക്കും ക്യൂ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ട ഒരു കാര്യം, ഈ സ്റ്റാക്കും ക്യൂവും ഒരു ലോജിക്കൽ കൺസെപ്റ്റാണ്. അത് ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അറേ യൂസ് ചെയ്യുമ്പോഴത്തേനും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അറേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ എലമെന്റ്സ് ഫിക്സ്ഡ് ആണ്, അതായത് സ്റ്റാറ്റിക് ആണ്. നമ്മളത് നേരത്തെ പറഞ്ഞു, അതായത് ഈ സ്റ്റാക്കിംഗ് ക്യൂവിൻ്റെ അകത്തും കൊടുക്കുന്ന എലമെന്റ്സ് മുൻകൂട്ടി പറയണം. കാരണം അതിൻ്റെ അകത്തെ എലമെന്റ്സ് ഇത്രയാണെന്ന് പറയണം, സ്റ്റാറ്റിക് ആണ്. കാരണം നമ്മൾ അറേയുടെ കൺസെപ്റ്റ് അത് ആയതുകൊണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് where there is no limit in the number of items. ഈ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു എലമെന്റ്സിന്റെ ഒരു കളക്ഷനാണ്. ഈ സ്റ്റാക്കിംഗ് ക്യൂവും പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു സൈസ്, ഫിക്സ്ഡ് സൈസ് ഇല്ല. ഇതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാക്സും ക്യൂവും നമ്മൾ നേരത്തെ പഠിച്ചത് അത് ലോജിക്കൽ കൺസെപ്റ്റാണ്. അത് നമ്മൾ പറഞ്ഞു, ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, അത് ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറേയുടെ സഹായം വേണം. അതുകൊണ്ട് തന്നെ അറേ യൂസ് ചെയ്തുകൊണ്ട്, ഞാൻ അത് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും, അറേ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിക് ആണ്. അതായത് സ്റ്റാക്കും ക്യൂവും അറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാറ്റിക് ആണ്. എന്താണ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേയും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റാക്കിലെയും ക്യൂയിലെയും എലമെന്റ്സ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു വെക്കണം. അത്രയുമേ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഈ പോയിന്റ് ഓർത്തോണം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് വി ക്യാൻ സ്റ്റോർ എനി നമ്പർ ഓഫ് ഡാറ്റ ഐറ്റംസ് ഓർ വെർ ദർ ഈസ് നോ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ഐറ്റംസ്. സെക്കൻഡ് വൺ, ലിങ്ക് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സ്റ്റാക്കും ക്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, എന്നാൽ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. എന്താണ് ഡൈനാമിക്? നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിച്ചതാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മളത് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഡൈനാമിക് മെമ്മറി അലോക്കേഷന് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡ്യൂറിങ് എക്സിക്യൂഷനിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഗ്രോസ് ആസ് വെൻ ന്യൂ ഡേറ്റ ഐറ്റംസ് ആർ ആഡഡ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ, നമുക്ക് ആ ഓപ്പറേഷൻ പറയുന്ന പേര് ഇൻസെർഷൻ. പുതിയൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് ഗ്രോ ചെയ്യുന്നു. ഗ്രോ ആൻഡ് ഷ്രിങ്ക് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ഷ്രിങ്സ് വെൻ എവർ എനി ഡേറ്റ ഐറ്റം ഈസ് റിമൂവ്ഡ്. ഡേറ്റ ഐറ്റം റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ ഡിലീഷൻ ആണ്. അപ്പൊ ഈ ലിസ്റ്റിൽ നിന്ന് ഒരു ഡേറ്റ ഐറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേന് ഇത് ഷ്രിങ്ക് ചെയ്യുന്നു. ഇവിടെ രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചത്, ഗ്രോസ് ആൻഡ് ഷ്രിങ്സ്. ഈ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഐറ്റത്തിനെ ആഡ് ചെയ്യുമ്പോൾ വലുതാവുകയും, എന്നാൽ അതിൽ നിന്ന് എലമെന്റ്സ് റിമൂവ് ചെയ്യുമ്പോഴത്തേന്, ലിസ്റ്റിൽ നിന്ന് എലമെന്റ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് ചുരുങ്ങുകയും അല്ലെ ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ്, മെമ്മറി വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ എൻറ്റയർ ലിസ്റ്റ്. മെമ്മറി മുൻകൂട്ടി ഇതിലേക്ക് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട. നമ്മളെന്നാൽ പഠിച്ച സ്റ്റാക്കിലും ക്യൂവിൻ്റെ അകത്തും മെമ്മറി മുൻകൂട്ടി അലോക്കേറ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് മെമ്മറി മുൻകൂട്ടി അലോക്കേറ്റ് ചെയ്യേണ്ട. കാരണം ഇതെന്താണ് നമ്മൾ പറഞ്ഞത്, ഡൈനാമിക് ആണെന്ന് പറഞ്ഞു. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ അകത്തെ മെമ്മറി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. മെമ്മറി അലോക്കേഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം ജസ്റ്റ് വെൻ എ ന്യൂ ഐറ്റം ഈസ് അബൌട്ട് ടു ഇൻസേർട്ട് ഇൻ ദ ലിസ്റ്റ്. അതായത് ഈ പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ, മെമ്മറി അലോക്കേഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. സ്റ്റാക്കിംഗ് ക്യൂവിൻ്റെ അകത്തായിരുന്നെങ്കിൽ അത് ബിഫോർ ദി എക്സിക്യൂഷൻ ആയിരുന്നു. ഇവിടെ ഡ്യൂറിങ്, അതായത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സോ ഈ ലിങ്ക് ലിസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ഇനി നോക്കുക. അനദർ ഡിഫറൻസ് കമ്പയർഡ് ടു അറേ ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഈസ് ദാറ്റ് ദ എലമെന്റ്സ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ് ആർ സ്കാറ്റേർഡ് ഇൻ ദ മെമ്മറി. ഈ അറേ ബേസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെയാണ്? സ്റ്റാക്കിംഗ് ക്യൂ. അപ്പോൾ സ്റ്റാക്കിംഗ് ക്യൂവും തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് പറയുകയാണ്. നമ്മൾ സ്റ്റാക്കിംഗ് ക്യൂവിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് ലീനിയർ ആയതുകൊണ്ട് തന്നെ ഒരു എലമെന്റ് കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് തൊട്ടടുത്ത ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാക്കിലും കണ്ടു, ഈ കേസിൽ ക്യൂയിലും കണ്ടു. 87 കഴിഞ്ഞ് നെക്സ്റ്റ് എലമെന്റ് 42 അടുത്ത ലൊക്കേഷൻ, അതായത് ഇവിടെ 7 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നും വിപരീതമായി നമ്മൾ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് ഈ എലമെന്റ്സ് തൊട്ടടുത്തടുത്ത ലൊക്കേഷൻ അല്ലെ സീക്വൻഷ്യലി സ്റ്റോർ ചെയ്യണം
ആവശ്യമേ ഇല്ല. ഇതിന്റെ അകത്ത് മെമ്മറിക്കകത്ത് സ്കാറ്റർ ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ചിതറി കിടക്കുക എന്നാണ്. അങ്ങനെ സ്കാറ്റർ ചെയ്ത് വേറിട്ടൊരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിലും ദേ ആർ ലിങ്ക്ഡ് വിത്ത് പോയിന്റേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോയിന്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലിങ്ക് ലിസ്റ്റിന്റെ അകത്തെ എലമെന്റ്സ് മെമ്മറിയിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുക. ഒരു ലൊക്കേഷനിൽ കഴിഞ്ഞ് തൊട്ടടുത്ത ലൊക്കേഷനിലായിരിക്കത്തില്ല. പക്ഷെ അത് തമ്മിൽ പോയിന്റർ വഴി ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു പോയിന്റർ എന്താണ്. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. നമ്മളത് പഠിച്ചതാണ്, നമ്മൾ പ്രോഗ്രാം ചെയ്തതാണ്. പോയിന്റർ എന്താണെന്ന് അറിയാം. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് പോയിന്റ്സ് ഓർ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പൊ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അകത്ത്, ഒരു ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് അതിന്റെ അകത്ത് എലിമെന്റ് സ്റ്റോർ ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഡേറ്റ വേണം, രണ്ട് അഡ്രസ് വേണം. ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആക്ച്വൽ ഡേറ്റ. അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലൊക്കേഷനിലേക്കാണോ ഇനിയും അടുത്തത് സ്റ്റോർ ചെയ്യേണ്ടി ആ എലമെന്റിന്റെ അഡ്രസ്സ്. നമ്മളത് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡേറ്റയും അഡ്രസ്സും ഉള്ള ഒരു എലമെന്റ്, അതിന് പറയുന്ന പേര് നോഡ് എന്നാണ്. അപ്പം നോഡിന്റെ അകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡേറ്റയും അഡ്രസ്സും. ദ അഡ്രസ് കണ്ടെയ്ൻഡ് ഇൻ ദ നോഡ് ഈസ് നോൺ ആസ് ലിങ്ക്. അപ്പൊ ഈ അഡ്രസ്സിന് പറയുന്ന പേരാണ് ലിങ്ക്. അതുകൊണ്ടാണ് ഇതിനെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻ ചെയ്യുക എന്നാണ്, കണക്ട് ചെയ്യുക എന്നാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നോക്കുക, ഇതാണ് നോഡ് 1. നമ്മൾ പറഞ്ഞു നോഡിന്റെ അകത്ത് രണ്ട് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നോഡിന്റെ അകത്തുള്ളത്? ഡേറ്റയും അഡ്രസ്സും ആണ്. ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഡേറ്റ എന്ന് പറയുന്നത് 25. ഈ സെക്കൻഡ് പാർട്ട് അഡ്രസ്സാണ്. അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അടുത്ത നോഡ് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങോട്ടാണോ അതിന്റെ അഡ്രസ്സ്, അതായത് അടുത്ത നോഡിന്റെ അഡ്രസ്സ്. അപ്പോൾ അടുത്ത നോഡിന്റെ അഡ്രസ്സ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയി. അവിടെയും രണ്ട് ഭാഗങ്ങളുണ്ട്, ഡേറ്റയും അഡ്രസ്സും. ഈ അഡ്രസ്സ് എന്താണ്? അടുത്ത നോഡ്, അതായത് നോഡ് 3 സ്റ്റോർ ചെയ്യേണ്ടതിന്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. So linked list is a collection of nodes where each node consists of data and a link which is a pointer to the next node in the list. So linked list എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് അല്ലെ. ഇങ്ങനെ നോഡുകളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ അതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയി മാറും. സോ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് വെർ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ്, ഓരോ നോഡിനും ഏതൊക്കെയുണ്ട്? ഒരു ഡേറ്റ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? എ പോയിന്റർ. ലിങ്ക് ഈസ് എ പോയിന്റർ ടു ദി നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ഈ നോഡ് അടുത്ത നോഡിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, ദാറ്റ് ഈസ് ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് കണ്ടെയ്ൻസ് ദ ഫസ്റ്റ് ഡേറ്റ ഐറ്റം. ശരിയാണല്ലോ, ഫസ്റ്റ് നോഡ്, ഇതാണ് നോഡ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഡേറ്റ ഐറ്റവും കാണും, പിന്നെന്താണ്? അടുത്ത സെക്കൻഡ് നോഡിന്റെ അഡ്രസ്സും കാണും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് contains the first data item and the address of the second node. Second node എന്തായിരിക്കും? Second node contains second data and address of third node. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And so on. ഇനി നോക്കുക, ലാസ്റ്റ് നോഡ്, അതായത് ഇവിടെ ലിങ്ക് ലിസ്റ്റ് തീരുകയാണ്. ഇനി അത് തമ്മിൽ വേറൊരു നോഡുമായിട്ട് കണക്ഷൻ ഇല്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി the last node at a particular stage contains last data items in the list and a null pointer. That is a pointer that points to nowhere. നോക്കുക, നമ്മളിവിടെ ചെയ്ത് 25, അടുത്തത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അടുത്തത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അടുത്തത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. 48 കഴിഞ്ഞ് ലാസ്റ്റ് നോഡിന്റെ ഡേറ്റ എന്ന് പറയുന്നത് 64. ഇനി ഇത് എങ്ങോട്ടും പോയിന്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നത്, ഈ ഒരു ഭാഗത്ത് വരുന്ന നൾ പോയിന്റർ ആണ്. നൾ പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി അടുത്തതായിട്ട് തന്നെ ഒരു ലിങ്ക് ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പോയിന്റർ ആണ്. അപ്പൊ നോക്കുക, ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നൗ എ ക്വസ്റ്റ്യൻ അറൈസസ്, where will the address of the first node be? നമ്മൾ പറഞ്ഞു ലാസ്റ്റ് നോഡ് സൂക്ഷിക്കുന്നത് ഒരു നൾ പോയിന്ററിലാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്, ഈ 25 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നാണ്. There is a special pointer associated with each linked list known as start or header. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പോയിന്റർ ഉണ്ട്. അതിന് രണ്ട് പേര് പറയും. ഒന്നെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഹെഡർ എന്ന് പറയും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. അപ്പൊ നോക്കുക, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിന്റർ ഉണ്ട്. ഈ സ്റ്റാർട്ടിന്റെ അകത്ത് എന്തായിരിക്കും? സ്റ്റാർട്ട് കണ്ടെയ്ൻസ് ഓർ ദിസ്, സ്റ്റാർട്ടിന്റെ വേറൊരു പേര് ഹെഡർ എന്നാണ് പറഞ്ഞു. ഈ ഫസ്റ്റ്
ഡേറ്റ എലമെന്റ് സ്റ്റോർ ചെയ്യുന്നതിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ പോയിന്റിന്റെ അകത്ത്. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ പോയിന്റ് അകത്ത് കൊണ്ട് 1000 എന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ലിങ്ക് 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കായിരിക്കും. 1000 എന്ന് പറഞ്ഞ ഇതൊരു നോഡാണ്. ഈ നോഡിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഡേറ്റ പാർട്ടും ലിങ്ക് ടു നെക്സ്റ്റ് നോഡ്, അതായത് അഡ്രസ് ടു നെക്സ്റ്റ് നോഡ്. അപ്പൊ ഇതിൻ്റെ അത് സോണു എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ട്, 1200 എന്ന് പറയുന്ന ഒരു ലിങ്ക്. അപ്പൊ 1200 എന്ന് പറയുന്നത് അടുത്ത നോഡിന്റെ അഡ്രസ്സാണ്. നമുക്ക് അടുത്ത നോഡിന്റെ അഡ്രസ്സ് കണ്ടോ, നിവേദിന്റെ അഡ്രസ്സ് ഇവിടെ നോക്കിക്കുക, 1200. അപ്പൊ 1200 എന്നുള്ള അഡ്രസ്സിലേക്ക് അത് പോകും. അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്തു നിവേദ്. പിന്നെ ഒരു അഡ്രസ് പാർട്ടുണ്ട്, ഒരു ലിങ്ക് പാർട്ടുണ്ട്. ഈ ലിങ്ക് പാർട്ട് എന്താണ്, അടുത്ത നോഡിന്റെ അഡ്രസ്സാണ്. അപ്പൊ അടുത്ത നോഡ് ഈ 1200 കഴിഞ്ഞ് അടുത്ത നോഡ് എവിടെയാണ്, 1300. കണ്ടോ, 1200 കഴിഞ്ഞ് 1300ലേക്കാണ് ഇത് സ്കാറ്റർ ചെയ്ത് കിടക്കുക മെമ്മറിയിൽ. 1200 കഴിഞ്ഞിട്ട് കണ്ടോ, തൊട്ടടുത്ത ലൊക്കേഷനിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്ന അടുത്ത എലിമെന്റ്, പകരം 1300 എന്ന് പറയുന്നത്. പക്ഷെ ഇത് തമ്മിൽ കണ്ടോ, ഇങ്ങനെ ഒരു പോയിന്റർ വഴി ഒരു ലിങ്ക് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ അകത്ത് സ്നേഹ എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തു. 1500 എന്ന് പറയുന്ന അഡ്രസ് ഉണ്ട്. ഈ 1500 എന്ന് പറയുന്ന അഡ്രസ് എന്താണ്, അടുത്ത നോഡിന്റെ അഡ്രസ്. നോക്കുക, അടുത്ത നോഡിന്റെ അഡ്രസ് 1500 ആണ്. അവിടെ നികേത് സ്റ്റോർ ചെയ്തു. ഇനി നോക്കുക, ലാസ്റ്റ് ഡേറ്റ ഐറ്റം ആയത് ഈ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് ഇനി എങ്ങോട്ടും ഇല്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു നൾ പോയിന്റർ. അപ്പൊ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് സൂക്ഷിക്കുന്ന ഒരു സ്പെഷ്യൽ പോയിന്റിന്റെ പേരാണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡ്. ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് ഇനി അങ്ങോട്ട് എങ്ങും പോയിന്റ് ചെയ്യുന്നില്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു നൾ പോയിന്റർ യൂസ് ചെയ്യുന്നു. അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ്. അതിനു മുമ്പ് ഇവിടെ എഴുതിയിരിക്കുന്നത് സൈസ് ഓഫ് ഓൾ നോഡ്സ് വിൽ ബി ദ സെയിം. ഇതെന്താന്ന് നമ്മൾ പിന്നീട് പറയും. ദാറ്റ് ഈസ് മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് നോഡ് വിൽ ബി ഓഫ് ദ സെയിം സൈസ്. അതായത് ഈ നോഡുകളുടെ എല്ലാം സൈസ് സെയിം ആയിരിക്കും. അതായത് ഓരോ നോഡിനും മെമ്മറിയിൽ എടുക്കുന്ന സ്പേസ് സെയിം ആയിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളത് എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ സ്റ്റാക്കും ക്യൂ പഠിച്ചപ്പോഴത്തേനും നമ്മൾ പറഞ്ഞു സ്റ്റാക്കും ക്യൂവും ലോജിക്കൽ കൺസെപ്റ്റ് ആണ്, അത് അറേയുടെ സഹായത്താലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് അറേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് പറയാമോ? നമ്മൾ സ്റ്റാക്കും ക്യൂവും പറഞ്ഞപ്പം പറഞ്ഞു അതിൻ്റെ അകത്ത് അത് ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അറേ വെച്ചാന്ന് പറഞ്ഞു. ഈ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് അറേ യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പറഞ്ഞു സ്റ്റാക്കും ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കാണ്. എലമെന്റ്സ് സീക്വൻഷ്യൽ, ഒരു എലമെന്റ് തൊട്ടടുത്ത എലമെന്റ് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന റാൻഡമാ, സ്കാറ്റർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ അറേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അറേക്കകത്ത് എലമെന്റ്സ് ഒന്നിനു പുറകെ ഒന്നായിട്ട് സീക്വൻഷ്യലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പഠിക്കാൻ, നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, അറേ അല്ലാതെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ലിങ്ക് ലിസ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് വേണ്ടിയത് സ്ട്രക്ചറാണ്. എന്നാൽ സ്റ്റാക്കും ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അറേയുടെ സഹായത്താൽ, എന്നാൽ ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് യൂസിങ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന്റെ അകത്ത് തന്നെ നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഭാഗം പഠിച്ചിട്ടുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.